റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 04942680 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ റമളാൻ ഷരീഫ് അതിൻ്റെ ഓരോ ദിവസങ്ങളും നമ്മോട് വിട പറഞ്ഞു പോവുകയാണ്. റഹ്മത്തിൻ്റെ 10 നമ്മോട് യാത്ര ചോദിക്കാനിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിച്ച വിഭാഗത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമളാൻ ടെലികിസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമളാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? മുഹമ്മദ് ഹനാൻ. മുഹമ്മദ് ഹനാൻ എവിടുന്നാണ്? മാരാമുറ്റം. മാരാമുറ്റം. ഹനാൻ എന്ത് ചെയ്യുന്നു? മദ്രസയിൽ 6 പഠിക്കുന്നു. മദ്രസയിൽ 6 പഠിക്കുന്നു. സ്കൂളിലോ? 7 പഠിക്കുന്നു. എവിടെ മദ്രസ? മാരാമുറ്റം മദ്രസ, ബദറുൽ ഹുദ. ബദറുൽ ഹുദ മദ്രസയിലാണ് അല്ലേ? എങ്ങനെയുണ്ട് പഠിത്തൊക്കെ? ഉഷാറല്ലേ? നന്നായി പഠിക്കുന്നില്ലേ? ഉണ്ടല്ലേ? എങ്ങനെയുണ്ട് നോമ്പൊക്കെ? എങ്ങനെയുണ്ട്? നല്ലോ നോക്കുന്നുണ്ട് അല്ലേ? ചോദ്യം ചോദിക്കട്ടെ? ഖുർആനിൽ പേര് പറയപ്പെട്ട ഒരു സ്വഹാബിയുണ്ട്. ഏതാണ് ആ സ്വഹാബി? ഖുർആനിൽ പേര് പറയപ്പെട്ട സ്വഹാബി. ഓപ്ഷൻ വേണോ? സെയ്ദ് ബിൻ ഹാരിസ്, സെയ്ദ് ബിൻ സാബിത്ത്, സെയ്ദ് ബിൻ അബി വഖാസ്. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഹലോ, ഏതാണ് ശരിയായത്? 1 ആണോ 2 ആണോ 3 ആണോ? സെയ്ദ് ബിൻ അബി വഖാസ്. ഉറപ്പിക്കാം? സെയ്ദ് ബിൻ അബി വഖാസ് എന്നാണ് നിങ്ങൾ പറയപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം സെയ്ദ് ബിൻ ഹാരിസ് ആണ് കേട്ടോ. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമളാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഷമീറ എവിടെ നിന്നാണ്? പുറങ്ങ് മാരാമറ്റ അല്ലേ? എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണ് അല്ലേ? എങ്ങനെ നോമ്പൊക്കെ എങ്ങനെയുണ്ട്? നോമ്പ് വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? നന്നായി പോകുന്നുണ്ട് അല്ലേ? പുതിയ വിഭവങ്ങളൊക്കെ പരീക്ഷിച്ചോ? ചെറുതായിട്ടൊക്കെ. പുതിയ ഉണ്ടാക്കിയ വിഭവത്തിന്റെ പേരെന്താണ്? നമുക്കൊന്ന് ഉണ്ടാക്കാലോ. പുതിയത് ഉണ്ടാക്കിയത് പോക്കറ്റ് ഷവർമയാണ് അല്ലേ? അൽഹംദുലില്ലാഹ്. എന്തായാലും അള്ളാഹു ഈ മഹത്തായിരിക്കുന്ന മാസത്തില് ബർക്കത്ത് ചെയ്യട്ടെ. ചോദ്യം ചോദിക്കട്ടെ? 3 ചോദ്യങ്ങളാണ്, ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ഖുർആൻ പേരെടുത്ത് പറഞ്ഞ് ശപിക്കപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ഖുർആൻ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ശപിക്കപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ആരാണ് ആ വ്യക്തി? ഓപ്ഷൻ വേണോ? 1 അബൂ ജഹൽ, 2 അബൂ ലഹബ്, 3 ഇക്രിമത്ത്. ഇതിലേതാണ് ശരിയായ ഉത്തരം? അബൂ ലഹബ്. അബൂ ലഹബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം
ശരിയാണ്. ആ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ആ ആ ഏത് സൂറത്ത് അവതരിപ്പിച്ച പോലെയാണ്? ഹലോ, ഹലോ. ശ്രദ്ധിക്കുക. ആ ആ ഏത് സൂറത്ത് അവതരിപ്പിച്ച പോലെയാണ് ഇബ്ലീസ് അട്ടഹസിച്ചത്? ഒരു സൂറത്ത് ഇറങ്ങിയ സമയത്ത് ഇബ്ലീസ് അട്ടഹസിച്ചു. അത് ഏത് സൂറത്തായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ വേണോ? ഫാത്തിഹ, വാക്കിയ, മുൽക്ക്. ഫാത്തിഹ. ഫാത്തിഹ. ആ ഫാത്തിഹ എന്നാണ് ഷമീറ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. മൂന്നാമത്തത് സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ്. ചോദിക്കട്ടെ. തൂക്കുമരത്തിലേറ്റിക്കൊണ്ട് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു സ്വഹാബി, അദ്ദേഹം തൂക്കുമരത്തിലേക്ക് കയറുന്ന സമയത്ത് പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. അത് നിസ്കരിക്കാനുള്ള അനുവാദം അദ്ദേഹം ചോദിച്ചു എന്നാണ്. ആരാണ് അദ്ദേഹം? ഓപ്ഷൻ ഹുബൈബ് റളിയല്ലാഹു അൻഹു, ഇക്രിമ, അബൂ റവാഹ. ഒന്നാമത്തെ ഓപ്ഷനാണോ ഹുബൈബ് റളിയല്ലാഹു അൻഹു? ഏതാ ഉറപ്പിക്കേണ്ടത്? 1 ആണോ 3 ആണോ? 1 ഉറപ്പിക്കാം അല്ലേ? ഒന്നാമത്തെ ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞ ഉത്തരം കുബൈബ് എന്നാണ്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീണ്ടും വിളിക്കുക. പ്രാർത്ഥനയിലൊക്കെ ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തുക കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഫസീല. ഫസീല. ഫസീല എവിടുന്നാണ്? മാറഞ്ചേരി. മാറഞ്ചേരി. ഫസീല എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. പഠിക്കണുണ്ട്. പഠിക്കുന്നുണ്ടോ? എന്താ പഠിക്കുന്നത്? കമ്പ്യൂട്ടർ കോഴ്സാണ്. കമ്പ്യൂട്ടർ കോഴ്സ്. ഏതാണ് കോഴ്സ്? ലിഫ. ആ, എങ്ങനെ, എവിടെയാണ് പഠിക്കുന്നത്? ഇവിടെ ജംഗ്ഷനിലാണല്ലേ. എങ്ങനെ നോമ്പൊക്കെ എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാഹ് കുഴപ്പമില്ലാതെ പോണു. ചൂടൊക്കെ ഉണ്ട്. ക്ഷീണൊക്കെ ആവശ്യത്തിനൊക്കെ ഉണ്ടല്ലേ. എന്നാലും അൽഹംദുലില്ലാഹ് അല്ലാഹു തആല യഥാർത്ഥമായ നോമ്പുകാരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. ചോദ്യം ചോദിക്കാം അല്ലേ? ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ്. അതിൽ 3ലും ഉത്തരം പറഞ്ഞാൽ സമ്മാനം ഉറപ്പാണ്. ചോദിക്കട്ടെ. ഹാഷിമിന് ശേഷം മക്കയുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഹാഷിമിന് ശേഷം മക്കയുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയായിരുന്നു? ഓപ്ഷൻ വേണോ? വേണം. അബ്ദുൽ മുത്തലിബ്, വഹബ്, നളർ. അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവ് ആമിന ബീവിയുടെ ഗോത്രം ഏതായിരുന്നു? നബിയുടെ മാതാവ് ആമിന ബീവിയുടെ ഗോത്രം ഏതായിരുന്നു? ഓപ്ഷൻസ് വേണോ? ബനു സുഹറ, ബനു തൈം, ബനു നളീർ. ഏതാണ് ഉത്തരം? 1 ആണോ 3 ആണോ? ഒന്നുകൂടി ഓപ്ഷൻസ് പറയോ? ബനു സുഹറ, ബനു തൈം, ബനു നളീർ. രണ്ടാമത്തെ ഓപ്ഷൻ. 2 ആണോ?
ആമിന ബീവിയുടെ ഗോത്രമാണ് കേട്ടോ. ഹലോ. ഫസ്റ്റത്തെ എന്തായിരുന്നു? ബനു സുഹറ. രണ്ടാമത്തേത് ബനു സുഹറ, ബനു തൈം, ബനു നളീർ. ബനു സുഹറ. ബനു സുഹറ ഒന്ന് ഉറപ്പിക്കാം അല്ലേ? ആ നിങ്ങൾ പറഞ്ഞത് ബനു സുഹറ എന്നാണ്. ആ. എന്നാൽ ആ ഉത്തരം ശരിയാണ്. ഓ അൽഹംദുലില്ലാ. മൂന്നാമത്തെ ചോദ്യം സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ് കേട്ടോ. ആ ആ. എളുപ്പമുള്ള ചോദ്യം ചോദിക്കണം കേട്ടോ. എളുപ്പമുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ചോദിക്കട്ടെ? ആ ആ. ബനു സുഹറ കുടുംബത്തിൻ്റെ നേതാവ് ആരായിരുന്നു? ബനു സുഹറ ഗോത്രം ഉണ്ടല്ലോ, ആ ആ. ആ ഗോത്രത്തിന്റെ നേതാവ് ആരായിരുന്നു? ഓപ്ഷൻ ആണോ? ആ ആ. മാലിക്, വഹബ്, അബൂലഹബ്. മാലിക്, പിന്നെന്തിരുന്നു? രണ്ടാമത്തെ വഹബ്. വഹബ്. ആ ആ. 3 അബൂലഹബ്. ബനു സുഹറ ഗോത്രത്തിന്റെ ആ കുടുംബത്തിന്റെ നേതാവ് ആരായിരുന്നു എന്നാണ് ചോദ്യം. അബൂലഹബ്. അബൂലഹബ് ആ ഉറപ്പിക്കാം അല്ലേ? ആ അബൂലഹബ് എന്നാണ് നിങ്ങൾ പറഞ്ഞ. ലോക്ക് ചെയ്യണം കേട്ടോ. ആ. ലോക്ക് ചെയ്തു. ഉറപ്പുണ്ടോ? ഇനി മാറ്റാൻ പറ്റില്ല. ഇനി മാറ്റാൻ പറ്റില്ലല്ലോ, ഇനി ഉറപ്പിച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ ഉറപ്പാണോ? എന്താ അങ്ങനെ പറയാൻ കാരണം? അറിയില്ലായിരുന്നു. അറിയില്ല. ഇല്ല. വെറുതെ പറഞ്ഞു നോക്കിയതാ? ആ ഒന്ന് അങ്ങനെ പറഞ്ഞതാണ്. പറഞ്ഞതാണ്. അപ്പൊ ശരിയാണെങ്കിൽ സമ്മാനം ലഭിക്കും അല്ലേ? ആ. ശരിയാണോ അല്ലേ? അറിയില്ല. അറിയില്ല. നമുക്ക് നോക്കിയൊക്കെ ശരിയാണോന്നല്ലോ അല്ലേ? ആ ആയിക്കോട്ടെ. എന്തായാലും നിങ്ങൾ പറഞ്ഞ ഉത്തരം വഹബ് എന്നാണ്. ആ. എന്നാൽ വഹബ് എന്ന ഉത്തരം ശരിയാണ്. ഓ അൽഹംദുലില്ലാ. സമ്മാനം നേടിയിട്ടുണ്ട് കേട്ടോ. ആയിക്കോട്ടെ. ഞങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. ആ ഞങ്ങളും തിരിച്ചുൾപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാം ഖൈറിലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? അത് സുലൈഖ. സുലൈഖ. സുലൈഖ എവിടുന്നാണ്? പുറങ്ങീന്ന്. പുറങ്ങിൽന്ന്. ആ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യണില്ല, കുടി കുത്തിരിക്കുകയാണ് അല്ലേ? എങ്ങനെയുണ്ട് നിങ്ങളുടെ നോമ്പ് വിശേഷങ്ങളൊക്കെ? നിങ്ങളുടെ പഴയ കാലം ഇപ്പോഴത്തെ കാലമൊക്കെ എങ്ങനെ മാറ്റണ്ടോ? മാറ്റം വെച്ചാ ചൂട് കൂടി വരുന്നുണ്ട്. ചൂട് കൂടി വരുന്നുണ്ട് അല്ലേ? ആ ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ട്? വയസ്സ് 10-60 വയസ്സൊക്കെ ആയി. 60 വയസ്സായി. നിങ്ങളെ കുട്ടിക്കാലത്തെ ഈ നോമ്പിന്റെ ഓർമ്മകളൊക്കെ ഒന്ന് ഓർത്തെടുത്തൊന്ന് ചെറുതായിട്ട് പറയാമോ? കുട്ടിക്കാലത്തെ നോമ്പ് എന്ന് പറഞ്ഞാല് കുട്ടിക്കാലത്തെ കഥകളൊക്കെ പോയില്ലേ. എന്നാലും ഞങ്ങൾക്കൊക്കെ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെയൊക്കെ പഴയ കാലത്തെ കഥകളൊക്കെ കിട്ടുമ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു പ്രചോദനം ഉൾക്കൊള്ളാനുണ്ടേ. പഴയ കാലത്ത് ഇതിൽക്കൊക്കെ ഒരു ഉത്തമായിരുന്നു നോമ്പ് കാലം. കാറ്റും നല്ലൊരു അന്തരീക്ഷമൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പൊ ചൂട് കൂടി വരും തോറും ഇങ്ങനെ. ഈ പഴയ കാലത്തൊക്കെ ഈ അത്താഴത്തിനൊക്കെ ഈ മുട്ടുവിളികളൊക്കെ ഉണ്ടെന്നുള്ള കിടക്കെ ഞങ്ങള് ചെറുപ്പത്തിലുണ്ടായിരുന്നു അല്ലേ? നേരത്ത് മുട്ടും വിളിക്കാര് വരും. എന്നിട്ട് വൈറ്റേലി മുട്ടിയിട്ട് അവര് പോകും. നമ്മ എന്തെങ്കിലും കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അത്താഴത്തിനൊക്കെ എണീക്കാറുള്ളത് അല്ലേ? 2 മണിക്കൊക്കെയാണ് അന്ന് എണീക്കുക. 2 മണിക്ക്. എന്തായാലും അന്നും ഇന്നും കൂടി വലിയ വ്യത്യാസമാണുള്ളത് അല്ലേ? 2 മണിക്ക് എണീച്ചാല് ഞങ്ങള് ചോറിന്ന് കിടക്കും. പിന്നെ സുബൈക്കൊക്കെ ഇപ്പൊക്കെ നേരത്തെ എണീക്കും. അപ്പൊ ഞങ്ങളെ വിളിക്കും. അങ്ങനെ എല്ലാവരും നിസ്കാരമൊക്കെ നിർവഹിക്കും അല്ലേ? ചെറുപ്പത്തിൽ തന്നെ അതൊക്കെ വാപ്പിമ്മയൊക്കെ പഠിപ്പിച്ചാണ്. ഓത്തും നിസ്കാരം.
ഇപ്പൊ ഉമ്മ ഇപ്പൊ കണ്ടോ? ഇമ്മ ഇപ്പ ഇല്ല, മാപ്പിളി ഇല്ല. മാപ്പിളി ഇപ്പൊ മരിച്ചിട്ട് 2-3 മാസമായി. അതെ. 3 മാസമായിട്ടില്ല. 3 മാസമായിട്ടില്ല. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകട്ടെ. ആഫിറത്ത് ഖബറ് സുഖാക്കട്ടെ. ഇൻഷാ അല്ലാഹ്. ചോദ്യം ചോദിക്കട്ടെ? നല്ല എളുപ്പമുള്ള ചോദ്യം ചോദിക്കാൻ കേട്ടോ. നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളോട് ചോദിക്കുള്ളൂ. ആ. ഒന്നാമത്തെ ചോദ്യം, ഉം. മാരിയത്ത് റളിയല്ലാഹു അൻഹ വഫാത്തായ വർഷം ഏതാണ്? മാരിയത്ത് എന്നവരെ വഫാത്തായ വർഷം ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഏതാ ഉത്തരം എന്നുള്ളത് പറയാം. ഓപ്ഷൻ പറയട്ടെ? ഹിജറ 15, ഹിജറ 16, ഹിജറ 17. ഹിജറ 16. ഹിജറ 16 ഉറപ്പിക്കല്ലേ? ആ. ഹിജറ 16 എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. ആ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ആ. നിങ്ങൾക്ക് അറിയുന്ന ചോദ്യമായിരിക്കും. നിങ്ങളൊക്കെ ഒരുപാട് കേട്ട് പഠിച്ച് പരിചയമുള്ള ഒരു ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ തകർന്നൊരു കൊട്ടാരമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ ഒരു കൊട്ടാരം, എന്താണ്? തകർന്നൊരു കൊട്ടാരം ഉണ്ടായിരുന്നു. തകർന്നു വീണു, കൊട്ടാരം തകർന്നു വീണു, ഒരു തടാകം പറ്റിയെന്നൊക്കെ കേട്ടിട്ടില്ലേ? ഏതായിരുന്നു ആ കൊട്ടാരം എന്നാണ്? സാവ തടാകല്ലേ? തടാകല്ല, നമ്മൾ കൊട്ടാരം വേണ്ട. ഞാൻ ഓപ്ഷൻ തരാം. ഒന്ന് കിസ്റ, കിസ്റ. 2 സഫ, 3 മർവ. ഒരു കൊട്ടാരമാണ്, കൊട്ടാരം തകർന്നു വീണു, സാവാ തടാകം വറ്റി വരണ്ടു എന്നൊക്കെ കേട്ടിക്കണല്ലോ. അതുപോലെ ഒരു കൊട്ടാരത്തിന്റെ പേര് പറഞ്ഞല്ലോ. സഫ മർവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയത്ത്, നബിയുടെ ജനന സമയത്ത് തകർന്നു വീണത് കൊട്ടാരമാണ്, കൊട്ടാരം. കിസ്റ, കിസ്റ, സഫ. ഏതാ വേണ്ടത്? കിസ്റയാണോ സഫയാണോ? ഉത്തരം ശരിയാകണാണ്ട് ഇതാക്കിക്കാളി. മനസ്സൊക്കെ ഫീലിംഗ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒന്നാണ്ട് ഉറപ്പിച്ച് പറയൂ. ഒന്നെങ്കിൽ കിസ്റാണ്ട് ഉറപ്പിക്കുക. ഏതാ ഉറപ്പിക്കണ്ടത്? കിസ്റാണ്ട് ഉറപ്പിക്കുക അല്ലേ? ആ, മനസ്സമാധാനം ഉണ്ടായിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ പറഞ്ഞത് കിസ്റ എന്നാണ്. കിസ്റ എന്ന ഉത്തരം ശരിയാണ് അല്ലേ? കിസ്റ, കൈസർ. ഇനി ഒരു കിട്ടണ ചോദ്യം ചോദിക്കട്ട. മനസ്സ് അമ്പ ഫീലിംഗ്, സമാധാനം മാറ്റി തരട്ടെ. ഫീലിംഗ് ഒക്കെ മാറ്റി തരട്ടെ. എന്നാ ചോദിക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ത്വായിഫ് യാത്രയിൽ, നബിയുടെ ത്വായിഫ് യാത്ര ഉണ്ട്, ത്വായിഫിലേക്ക് യാത്ര പോയല്ലോ, അത് നുബുവത്തിന്റെ എത്രാമത്തെ കൊല്ലാണെന്നാണ് ചോദ്യം. നബി ത്വായിഫിലേക്ക് യാത്ര പോയത് നുബുവത്തിന്റെ എത്രാമത്തെ കൊല്ലമാണ്? 9, 10, 11. നുബുവത്തിന്റെ 9 ആണോ 10 ആണോ 11 ആണോ? 9-ാം നുബുവത്തില്. അല്ലല്ല, നുബുവത്തിന്റെ എത്രാമത്തെ കൊല്ലമാണെന്നാ ചോദ്യം. അത് 9-ാമത്തെ കൊല്ലാണോ 10-ാമത്തെ കൊല്ലാണോ 11-ാമത്തെ കൊല്ലാണോ? 11-ാമത്തെ കൊല്ല. 11 ആണോ? ഏതെങ്കിലും ഒന്നുകൊണ്ട് പറഞ്ഞാൽ നമുക്കണ്ട് ഉറപ്പിക്കാം. 1 ആണോ 10 ആണോ 11 ആണോ? യാത്ര അല്ലേ? ത്വായിഫ് യാത്ര. ഇസ്മായിലെ നബിയുടെ ത്വായിഫ് യാത്ര, തായിഫ് യാത്ര നുബുവത്തിന്റെ എത്രാമത്തെ വർഷം? 9 ആണോ 10 ആണോ 11 ആണോ? 9 ആണ്. 9 ആണോ 10 ആണോ 11 ആണോ? 9 ആണ്. എന്താണോ 9 ആണോ? 9 ശരിയാണെങ്കിൽ ഉറപ്പിച്ചാളി, അല്ലെങ്കിൽ 10 ഉറപ്പിച്ചാളി. ഏതെങ്കിലും ഒന്ന് പറയും. 10 ഇരിക്കോ? 10 ഉറപ്പിക്ക. 10 ഉറപ്പിക്കാം നമുക്ക് അല്ലേ? ആയിക്കോട്ടെ. 10 നോക്കല്ലേ, ശരിയാവോ നോക്കല്ലേ? ശരിയാവോ? ഞാൻ ലോക്ക് ചെയ്തു, ഇനി മാറ്റാൻ പറ്റില്ല. അതൊക്കെ വായിച്ചിട്ടുണ്ട്.
10ാമത്തെ കൊല്ലം തന്നെയെന്നാ തോന്നുന്നത് എനിക്ക്. തോന്നുന്നുണ്ടല്ലേ? അനുഭവത്തിന്റെ 10ാം വർഷം. അനുഭവത്തിന് 10. പടുത്തും വായിച്ചിട്ടുണ്ട്, അതൊക്കെ മനസ്സ് പോയിട്ട്. അതെ, വായനാശീലൊക്കെ ഉണ്ടല്ലേ? വായന കൊണ്ടിട്ടായിരുന്നു വായിച്ചു നോക്കും. ഇൻഷാ അല്ലാഹ്. വയസ്സ് കാലാണെങ്കിലും വായനക്കൊരു തടസ്സമില്ല. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം കേട്ടോ. ഉത്തരം ശരിയാണെന്ന് നോക്കാം അല്ലേ? 9 ശരിയാ. ഉത്തരം ശരിയാണെന്ന് നോക്കുക. നിങ്ങൾ പറഞ്ഞ 10ാമത്തെ വർഷം എന്നാണ്. എന്നാല് നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഹലോ, അൽഹംദുലില്ലാഹ്. നിങ്ങളിപ്പോ എങ്ങനെ മനസ്സ് ഫീലിംഗ് ആയ സമയത്ത്, ഈ ഫീലുള്ള സമയത്ത് തന്നെ നിങ്ങൾ ചോദിച്ച് 3 ഉത്തരം പറഞ്ഞു. നിങ്ങൾ ഞങ്ങൾക്കൊക്കെ വേണ്ടി ദ്വാരക്കണേ. ഞങ്ങൾക്ക് ആരേക്കെല്ലാണ് ദോയയിൽ അള്ളാഹു ഉൾപ്പെടുത്തുക അതൊന്നും അറിയില്ല. അത് ഞങ്ങൾ ഉൾപ്പെടുത്തണം എല്ലാവരും. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ചെയ്യാം. എല്ലാവരും ഉൾപ്പെടുത്തണം. എന്നാ ശരി. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഫാത്തിമ റിഫ. എവിടുന്നാണ്? പത്തായി, കാഞ്ഞിരമുക്ക് പത്തായി. റിഫ എന്ത് ചെയ്യുന്നു? പഠിക്കണോ? എത്രാം ക്ലാസ്സിലാണ്? 6. എവിടെയാണ്? വന്നേരി. മദ്രസയിൽ പോകുന്നുണ്ടോ? മൻഹജുർ റഷാദിലാണോ? എത്രാം ക്ലാസ്സിലാണ്? 4ലാണ് അല്ലേ? എങ്ങനെയുണ്ട്, പഠിക്കുന്നുണ്ടോ? ഉഷാറാണോ? ചോദ്യം ചോദിക്കട്ടെ? ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ് കേട്ടോ. ചോദിക്കട്ടെ? വർഷങ്ങളായി മൂടപ്പെട്ട് കിടന്നിരുന്ന സംസം കിണർ കണ്ടെത്തിയത് ആരായിരുന്നു? ഓപ്ഷൻസ് ഉണ്ട്. 1 അബ്ദുൽ മുത്തലിബ്, 2 അബൂ ത്വാലിബ്, 3 മാലിക് ബിൻ ഹനസ്. ഹലോ, അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് എന്ന ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. 2ാമത്തെ ചോദ്യം ചോദിക്കട്ടെ? എന്നാൽ അബ്ദുൽ മുത്തലിബിന്റെ യഥാർത്ഥ നാമം എന്താണ്? യഥാർത്ഥമായ ഒരു പേരുണ്ടാവുമല്ലോ അല്ലേ? നിങ്ങളുടെ പേരെന്താ പറഞ്ഞേ? ഫാത്തിമ റിഫ. റിഫ. വീട്ടിൽ വിളിക്കണ പേര് വേറെ ഉണ്ടാവില്ലേ? റിഫ എന്ന് മാത്രമേ വിളിക്കുള്ളൂ അല്ലേ? അബ്ദുൽ മുത്തലിബിന്റെ യഥാർത്ഥമായ ഒരു പേരുണ്ട്. എന്താണ് ആ പേര്? ഓപ്ഷൻസ് 1 ഷൈബ, 2 സുഹൈബ്, 3 നംർ. ഒന്നാണോ, 2ആണോ, 3ആണോ? ഒന്നുകൂടി ഓപ്ഷൻസ് അറിയോ? 1 ഷൈബ്, 2 സുഹൈബ്, 3 നമീർ. നമീറാണോ? ഉറപ്പിക്കാം? ഒന്നാമത്തെ ഷൈബ്. ഉറപ്പിക്കട്ടെ? ഷൈബ് എന്നാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. എന്നാൽ ആ ഉത്തരം ശരിയാണ്. 3ാമത്തെ ചോദ്യം ചോദിക്കട്ടെ? സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്ത ആരൊക്കെയുള്ളത്? പിന്നാരാ? ഉപ്പുണ്ടോ? ഉപ്പ ഉണ്ട് അല്ലേ? ആര് ശബ്ദ കേൾക്കണത്? ഉപ്പാടെ ശബ്ദാണോ? ഉപ്പ അങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ? എന്താ ഉപ്പാടെ പേര്? ഹസൻകുട്ടി. എന്നാ ചോദിക്കട്ടെ?
ആ മൂന്നാമത്തെ ചോദ്യം, അബ്ദുൽ മുത്തലിബിൽ ജനിച്ച പ്രഥമ സന്താനത്തിൻ്റെ പേരെന്താണ്? അബ്ദുൽ മുത്തലിബിന് ജനിച്ച ആദ്യത്തെ കുട്ടിയുടെ പേരെന്താണ്? ഓപ്ഷൻസ് പറയോ? ഓപ്ഷൻസ്: 1 മുഹമ്മദ്, 2 ഹാരിസ്, 3 അബ്ദുള്ള. അബ്ദുള്ള. അബ്ദുള്ളാണോ? ആ ഉറപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആരാണ് അബ്ദുൽ മുത്തലിബ്? ഓപ്ഷൻ കൂടി പറയോ? പറയാം, ചോദ്യവും ഓപ്ഷനും പറയാം. അബ്ദുൽ മുത്തലിബിൽ ജനിച്ച ആദ്യത്തെ സന്താനത്തെയാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ മുഹമ്മദ് ആണ്. കുട്ടിയോട് ശബ്ദിക്കല്ലേ എന്ന് പറയട്ടോ. ഹലോ. രണ്ടാമത്തത് ഓപ്ഷൻ 1 മുഹമ്മദ്, 2 ഹാരിസ്, 3 അബ്ദുള്ള. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ഹാരിസ്. ഹാരിസ്. ഉറപ്പിക്കാം. നിങ്ങൾ പറഞ്ഞത് ഹാരിസ് എന്നാണ് കേട്ടോ. അത് ലോക്ക് ചെയ്തു കേട്ടോ. ഞാൻ മാറ്റാൻ പറ്റില്ല. ഇനി മാറ്റാൻ പറ്റില്ല. ഇനി നിങ്ങളൊരു പാട്ട് പാടണം, എന്നാലേ ഇപ്പൊ ഉത്തരം ശരിയാണോ ഇല്ലെന്ന് പറയുള്ളൂ. ഒരു പാട്ട് ഒരു പാട്ട് പാടൂ, എന്നാലേ ഇപ്പൊ ഉത്തരം ശരിയാണോ ഇല്ലെന്ന്. റിഫ അമ്പിളിച്ചേലുള്ള അമ്പർ മനമുള്ള ഇമ്പത്താലുറിയാൽ പൂനുത്ത് ഫാത്തിമ. മതിയോ? ഒരു അടുത്ത വരി കൂടിയോ? ദൂതരി മലടി ആദരപ്പൂവിന്റെ അഴകേറും തങ്കപ്പൂ പൂനരി ഹജറ. മാഷാ അല്ലാഹ്, ഉഷാറായിട്ടുണ്ട് കേട്ടോ. എന്നാ നമുക്ക് ആ ഉത്തരം ശരിയാണോ ഇല്ലെന്ന് നോക്കല്ലേ. ശരിയാവോ? ശരിയാവോ? അറിയില്ല, നോക്കല്ലേ. എന്നാൽ റിഫ പറഞ്ഞ ഉത്തരം ഹാരിസ് എന്നാണ്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. സമ്മാനം നേടിയിട്ടുണ്ട് കേട്ടോ. വീണ്ടും വിളിക്കുക, ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ റിലീഗിസിലെ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയം ഒരുമിച്ച് കൂടുവാൻ റബ്ബ് തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 04942680 416.